ഹായ് ഓൾ, വെൽക്കം ടു BK808 ക്രിക്കറ്റ് ഫീവർ. അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഗംഭീർ യുഗം ഇന്ന് ആരംഭിക്കുകയാണ്. ഗംഭീർ കോച്ചായതിനു ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യ സീരീസാണ് ഇന്ന് ശ്രീലങ്കയിൽ നടക്കുന്നത്. സൂര്യകുമാറാണ് 2020യുടെ ക്യാപ്റ്റൻ. 3 മാച്ചസാണുള്ളത്. അത് കഴിഞ്ഞാൽ വൺ ഡേ മാച്ചസും ഉണ്ടായിരിക്കുന്നതാണ്. അതും 3 മാച്ചസ് തന്നെയാണുള്ളത്. സോ എല്ലാ ആരാധകരും ആകാംക്ഷയോടെയാണ് ഈ ഒരു ടീമിനെ കാണുന്നത്. ഗംഭീറിന് എത്രത്തോളം KKRനെ വിജയ കാണിക്കാൻ സാധിച്ചതുപോലെ ഇന്ത്യൻ ടീമിനെയും അതുപോലെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് തന്നെ ഒരു ചോദ്യം തന്നെയാണ്. ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ടീമൊന്നല്ലെങ്കിൽ പോലും അവരും അത്യാവശ്യം ശക്തരായ ഒരു ടീം തന്നെയാണ്. പിന്നെ ശ്രീലങ്കയിൽ വെച്ചാണ് കളി നടക്കുന്നതെന്നുള്ളൊരു മുൻതൂക്കം കൂടി ശ്രീലങ്കയ്ക്കുണ്ട്. ഇന്ത്യൻ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2020യുടെ ക്യാപ്റ്റൻ നമ്മുടെ സ്കൈ ആണ്, സൂര്യകുമാർ യാദവ്. അങ്ങനെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് കിട്ടുമെന്നൊക്കെ കരുതിയിരുന്ന ഒരിത് തിരിച്ച് സൂര്യകുമാറിലേക്ക് വരുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ ക്യാമ്പിൽ എല്ലാവരും അത്യാവശ്യം നല്ല സന്തോഷത്തിലാണെന്ന് പറയാനും സാധിക്കും. പിന്നെ സഞ്ജു ഇതിൽ കളിക്കോ ഇല്ലേ എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഋഷഭ് പന്തിനാണ് കൂടുതൽ ചാൻസ് ഉള്ളതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫുൾ സ്ട്രെങ്ത് ടീം അല്ലെങ്കിൽ പോലും എല്ലാ മുൻ കളിക്കാരും വന്ന് ജോയിൻ ചെയ്ത് ഉള്ളൊരു കളി തന്നെയാണ്. എന്നാൽ ബുംറ കളിക്കുന്നില്ല എന്നുള്ളതും വളരെ ഇന്ത്യക്ക് ഒരു ചെറിയ കുറവ് അവിടെ ഉണ്ടെങ്കിലും മറ്റുള്ള ഫാസ്റ്റ് ബൗളേഴ്സ് അതിനെ നികത്തും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ വിശ്വാസം. അങ്ങനെ ഗൗതം ഗംഭീർ കോച്ചായും സൂര്യകുമാർ ക്യാപ്റ്റനായുമുള്ള ഇന്ത്യയുടെ അരങ്ങേറ്റം ഇന്ന് ആരംഭിക്കുകയാണ്. വിജയിച്ച് തന്നെ അവർ തുടങ്ങും എന്നാണ് പ്രതീക്ഷ. ശ്രീലങ്കയുടെ ടീമിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശ്രീലങ്കയുടെ ടീം മൊത്തത്തിൽ ഫോം ഔട്ടായി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഹസരംഗ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അസലങ്കയാണ് അവരുടെ പുതിയ ക്യാപ്റ്റൻ. അതുപോലെ തന്നെ സനത് ജയസൂര്യ തൻ്റെ കോച്ചിലേക്ക് വന്ന് കയറിയിരിക്കുകയാണ്. അപ്പോൾ അത് ശ്രീലങ്കൻ ടീമിനെ സംബന്ധിച്ച് വളരെ ഒരു ഊർജിതമായ കാര്യം തന്നെയാണ്. അവർക്ക് കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് എന്ന് തന്നെ പറയാം. സോ ശ്രീലങ്കൻ ടീമും അവരെ എല്ലാ താരങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ ശ്രീലങ്കൻ ടീമും നോക്കും എന്നുള്ളത് വളരെ ഇത് തന്നെയാണ്. പിന്നെ പിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ പിച്ച് കംപ്ലീറ്റ്ലി ഒരു ബാറ്റിംഗ് ഫ്രണ്ട്ലി പിച്ചാണ്. എന്നിരുന്നാലും സ്പിന്നേഴ്സിന് അത്യാവശ്യം ഒരു എക്കോണമി ഉള്ളൊരു പിച്ചാണ്. 7.64 ആണ് സ്പിന്നേഴ്സ് ടോട്ടൽ നൽകിയിട്ടുള്ളത്. എന്നാൽ ഫാസ്റ്റ് ബോളേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സ് കുറച്ചുകൂടെ ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും സീമേഴ്സിന് കുറച്ചുകൂടെ അഡ്വാൻസ് കിട്ടുന്ന കളി പോകും തോറും ഫാസ്റ്റ് ബോളിങ്ങിൽ വേരിയേഷൻ കാണാൻ സാധിക്കുന്ന ബൗളേഴ്സിന് കൂടുതൽ അനുകൂലമായിരിക്കും പിച്ച് എന്നാണ് പറയുന്നത്. പ്ലേയിങ് 11സിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. കുറച്ച് നാളായി വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു, ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. സോ സ്റ്റേ ട്യൂൺ വിത്ത് us for more videos. Thank you.